എല്ലാവർക്കും ടെക് ട്രാവലിറ്റിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. യെസ്, ആൻഡ് ഹിയർ ഈസ് അവർ ഹ്യുണ്ടായി വെർണ. ആൻഡ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഡ്രീം ക്യാച്ചർ റിസോർട്ട് മൂന്നാറിലാണ്. നല്ല അടിപൊളി റിസോർട്ടാണ്, അതോടൊപ്പം തന്നെ നല്ല അടിപൊളി വണ്ടിയുമാണ്. ഞങ്ങൾ ഇതിലാണ് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മളുടെ മൂന്നാറിലെ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടിയാണ്. എത്ര വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി പോകുന്നത്? 12 വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ ആ ഒരു നീലക്കുറിഞ്ഞി കണ്ട് ആസ്വദിക്കാനുള്ള ഒരു അസുലഭ മുഹൂർത്തം നമുക്ക് ലഭിക്കുന്നു. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നു നീലക്കുറിഞ്ഞി കാണാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നീലക്കുറിഞ്ഞി കാണാനായിട്ട് മൂന്നാറിൽ 2 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് രാജമല, അതായത് ഇരവികുളം നാഷണൽ പാർക്ക്. അവിടെ പോകാനായിട്ട് നല്ല തിരക്കാണ്. നിങ്ങൾക്ക് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകാം. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് ടിക്കറ്റ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ക്യൂ നിൽക്കണം, ഭയങ്കര തിരക്കായിരിക്കും. ആ ഒരു തിരക്കൊന്ന് കുറയ്ക്കാനായിട്ട് ഞങ്ങൾ പോകുന്നത് കൊളുക്കുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കൊളുക്കുമലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. അപ്പോൾ കൊളുക്കുമല പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, സൂര്യനെല്ലി വരെ നമുക്ക് നമ്മളുടെ വണ്ടിയിൽ പോകാം. അതിനുശേഷം അവിടെ നിന്ന് അവരുടെ ജീപ്പ് എടുത്തിട്ട് വേണം കൊളുക്കുമലയ്ക്ക് പോകാനായിട്ട്. അവിടുത്തെ ജീപ്പുകൾ മാത്രമേ അവർ കൊളുക്കുമലയ്ക്ക് വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സൂര്യനെല്ലി വരെ നമ്മുടെ ഹ്യുണ്ടായി വെർണയിൽ ഡ്രീം ക്യാച്ചർ റിസോർട്ടിൽ നിന്നും ഒരു യാത്ര കൊളുക്കുമലയിലെ നീലക്കുറിഞ്ഞികൾ കാണാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കുറിഞ്ഞി കാണാനായിട്ട് പോകാം. നമ്മളോടൊപ്പം നമ്മുടെ ഒരു സുഹൃത്തും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡ്രീം ക്യാച്ചർ റിസോർട്ടിന്റെ ആളാണ്. നിനക്കെന്താ USB കേബിൾ ആണോ? അവിടെ കുത്താൻ പറ്റുമോ? അതിനുള്ള ഓപ്ഷൻ ഉണ്ടോ? USB കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. യെസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മുടെ കുറിഞ്ഞി കാണാനായിട്ട് പോകാം. അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഞാൻ മോൻസൺ, ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടിൽ നിന്നാണ്. ഞങ്ങൾ സൂര്യനെല്ലി കുളുക്കുമലയ്ക്ക് നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി പോകാൻ തുടങ്ങുന്നു. യെസ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ സൂര്യനെല്ലി ടൗണിലെത്തിയിരിക്കുകയാണ്. ആസ് യൂഷ്വൽ നമ്മുടെ സൂര്യനെല്ലി ടൗണിൽ വന്നാൽ മാത്രമേ നമുക്ക് കൊളുക്കുമലയ്ക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നിന്ന് 2000 രൂപയാണ് നിങ്ങൾക്ക് കൊളുക്കുമലയ്ക്ക് പോകാനായിട്ട് ജീപ്പിന് കൊടുക്കേണ്ടത്. അത് കോമൺ റേറ്റ് ആണ്. അത് നമ്മുടെ ടീ ഫാക്ടറി എസ്റ്റേറ്റിൻ്റെ അവിടെയുള്ള ഇവിടെ വേണം ജീപ്പിൻ്റെ പൈസ അടയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ ജീപ്പ് എടുത്തിട്ട് നമ്മൾ കൊളുക്കുമലയ്ക്ക് പോവാണ് നമ്മുടെ നീലക്കുറിഞ്ഞി കാണാനായിട്ട്. ശരിക്കും കൊളുക്കുമലയിൽ പോയി കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി മാത്രമല്ല, പലയധികം കാഴ്ചകളുണ്ട്. നമുക്ക് എന്തായാലും 1 by 1 ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പോലെ ഇവിടെയാണ് നമ്മുടെ കൊളുക്കുമല പോകുന്നതിനുള്ള പൈസ അടയ്ക്കേണ്ടത്. 2000 രൂപയാണ് ഒരു ജീപ്പിന്. ഒരു ജീപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ട് 7 പേര് മുതൽ 9 പേര് വരെ പോകും. അപ്പം നമ്മുടെ സൂര്യനെല്ലി എസ്റ്റേറ്റിനുള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം കണ്ടില്ലേ? അപ്പോൾ ഇവിടെ പൈസ അടച്ചിട്ട് നമ്മൾ പോകും. സുജിത്ത്, ശ്വേത. അപ്പോൾ ഇത് ശരിക്കും സൂര്യനെല്ലി എസ്റ്റേറ്റിൽ കൂടെ പോകുന്നത് കാരണം കംപ്ലീറ്റ്ലി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. നിങ്ങൾ വേറെ എവിടെ നിന്ന് ജീപ്പ് വിളിച്ച് വന്നാലും ഇവിടെ നിന്ന് കടത്തിവിടില്ല. ബിക്കോസ് ഇവിടെ സൂര്യനെല്ലിയിൽ നിന്ന് വിളിക്കുന്ന ജീപ്പുകൾ മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെ നിന്ന് ജീപ്പ് വിളിച്ചുകൊണ്ട് വന്നാലും, നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ വന്നാലും ഇവരകത്തേക്ക് കടത്തിവിടില്ല. ഇവിടെ വന്നിട്ട് ഒരു ജീപ്പ് എടുക്കുക, 2000 രൂപ മാത്രം കൊടുത്താൽ മതി. ശരിക്കും ഉണ്ടല്ലോ, ഇരവികുളത്തും രാജമലയിലും ഒക്കെ പോകുന്നതിലും തിരക്ക് വളരെയധികം കുറവാണ് ഇവിടെ കൊളുക്കുമലയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്ത് സമാധാനമായിട്ട് നീലക്കുറിഞ്ഞി കാണാനായിട്ട് കൊളുക്കുമലയിലേക്ക് വന്നാൽ മതി. ടേക്ക് ഇറ്റ് ആസ് എ ടിപ്പ്, ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എങ്ങനെയുണ്ട് സ്ഥലം? കൊളുക്കുമലയ്ക്ക് പോകുന്ന വഴിക്ക് ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ടീ ഫാക്ടറിയാണ്. HMLന്റെ ഒരു ടീ ഫാക്ടറി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആക്ച്വലി ഒരു പുതിയ ടീ ഫാക്ടറിയാണ്. പുതിയെന്ന് പറഞ്ഞാൽ കൊളുക്കുമലയിലുള്ളത് ഒരു വലിയ പഴയൊരു ടീ ഫാക്ടറിയാണ്. അതിനെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ന്യൂ വൺ. ഇതിനുള്ളിലും നമുക്ക് കയറി കാണാനായിട്ട് സാധിക്കും. ഒരാൾക്ക് 150 രൂപ കൊടുക്കണം കയറി കാണാനായിട്ട്. ബട്ട് നമ്മളിപ്പോൾ ഇവിടെ കയറുന്നില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം കുറിഞ്ഞി കാണലും അതേപോലെ തന്നെ കൊളുക്കുമലയിലെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തലുമാണ്. ഫാക്ടറി സൂര്യനെല്ലി ടീ ഫാക്ടറി എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ തേയില വാങ്ങാനും മറ്റൊക്കെ കിട്ടും. ഇവിടെ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഇതൊന്നും അല്ല, നമുക്ക് മേളിൽ പോയി ഇഷ്ടംപോലെ കാണാനുണ്ട്. എന്തായാലും നമ്മുടെ ജീപ്പ് ഈസ് റെഡി ഹിയർ ആൻഡ് വിൽ ഗോ.
വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ പണ്ട് മറിഞ്ഞു വീണത്, യെല്ലോ ടൈലിൽ വന്ന സമയത്ത്. നല്ല മുകളിലൊക്കെ കോട ഇങ്ങനെ മൂടി നിൽക്കുന്നതാണോ, അടിപൊളിയാണ് കണ്ടില്ലേ. പോവാം എന്തായാലും പോവാം, നമുക്ക് അടിപൊളിയായിട്ട് മേളിൽ ചെന്നിട്ട് മേളത്തെ കാഴ്ചകൾ. ആ വെള്ളം ഇവിടെ വരെ വരുന്നുണ്ട്, എന്നിട്ട് ഇതിനടിയിൽ കൂടെ എങ്ങോട്ടോ പോകുന്നു. ചേട്ടൻ കൊളുക്കമലയിൽ നിന്നും നമ്മള് ക്യാരറ്റ് വാങ്ങിച്ചിരിക്കുന്നു ചേട്ടന്റെ. വേറെ ചേട്ടനെ അപ്പൊ നമ്മള് കൊളുക്കുമലയ്ക്ക് പോകാനായിട്ട് താഴെ നിന്ന് അപ്രോക്സിമേറ്റ് ഒരു മണിക്കൂർ എടുക്കും ജീപ്പില്. അടിപൊളി നല്ല ഹംബി ബംബി റൈഡാണ്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഫുള്ള് തേയിലയാണ്, തേയില തോട്ടങ്ങൾ കണ്ട് 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 മേളിലോട്ട് കയറി. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത് താഴേന്ന്. ഫുള്ള് മേളിലൊക്കെ ഇപ്പോഴേ നമ്മൾ മേളിൽ ചെല്ലുമ്പോഴും ഇതേപോലെയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെ ധാരാളം ആളുകൾ തേയില വെട്ടുന്നതാണ്. ഫേസ്മാരൊക്കെ തേയില എല്ലാം മെഷീനാണ് ഇപ്പോഴേ, വളരെ ഫാസ്റ്റ്. നമ്മൾ കയറി പോകുന്ന വഴിക്കുള്ളൊരു ഫോട്ടോ പോയിന്റ് ആണ്. നമ്മുടെ താഴെ ആ കാണുന്ന ആ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കയറി വന്നത്. നമ്മളിനിയിപ്പം മേളിലേക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഏത് സമയത്തും ഇവിടെയൊക്കെ നമുക്ക് കോട നിറയാവുന്ന രീതിയിലാണ്. കണ്ടില്ലേ, അവിടെ കംപ്ലീറ്റ് കോടയാണ്, അതിൻ്റെ മേളിൽ കംപ്ലീറ്റ് കോടയാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1:30 ഇപ്പോഴത്തെ സമയം. നല്ല അടിപൊളി തണുപ്പാണ് കൊളുക്കുമലയിൽ. രാജമലയൊന്നും ഒന്നുമല്ല കേട്ടോ ശരിക്കും സത്യം പറഞ്ഞാൽ. യു ഹാവ് ടു കം ടു കൊളുക്കുമല ടു എൻജോയ് എവറിത്തിങ്. സോ നമ്മളിവിടെ കൊളുക്കുമലയുടെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ബാക്കിൽ കേട്ടോ ഫുള്ള് കോട ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഇവിടെ നിന്ന് 100 രൂപ പാസ് എടുത്തിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാനായിട്ട്. ആ 100 രൂപ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീലക്കുറിഞ്ഞി കാണാം, വ്യൂ പോയിന്റിന് അവിടെ പോവാം, താഴെയുള്ള ടീ ഫാക്ടറി ഉണ്ട്, ആ ടീ ഫാക്ടറി കാണാനും പോവാം. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് വെൻ യു കം ടു കൊളുക്കുമല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, പാസ് എടുത്ത ജീപ്പ് പോകുന്നു. ആൻഡ് ഇവിടെ കണ്ടോ, നമ്മൾ ഈ കാണുന്നത് ഇവിടെ തമിഴ്നാട്, ഇത് അപ്പുറം കേരളം. മനസ്സിലായ? ഇവിടെ തമിഴ്നാട്, അപ്പുറം കേരളം. ആൻഡ് ദിസ് ഈസ് ഈ ആഫ്റ്റർ ദിസ് ഗേറ്റ് ഇറ്റ്സ് തമിഴ്നാട്. കണ്ടില്ലേ, കോട കോട കാരണം താഴെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കണ്ട, ഇത് ആക്ച്വലി ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു. ഇതിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് കിട്ടുക്കം വ്യൂ. പോവാം നമുക്ക്. കയറുന്ന വഴിക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ഒരു എക്കോ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് എക്കോ കേൾക്കുക. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് സൈലന്റ് ആണ്. ഉണ്ട്, അടിപൊളിയല്ലേ. അങ്ങ് മേലെ നമുക്ക് ആക്ച്വലി കോട ഇങ്ങനെ കയറി വരികയാണ്. എനിക്ക് താഴേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇല്ല, കോട ഇറങ്ങി കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം. പക്ഷേ കോട ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ കയറി വരികയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങ് മേലെ വരെ കോടയായി ഇപ്പം. എന്തായാലും നമുക്കിപ്പോൾ അവിടെ നീലക്കുറിഞ്ഞിയും ഫാക്ടറിയൊക്കെ കാണാനായിട്ട് പോവാം. കോട അടിച്ച് കയറുക, ഇതിപ്പോഴേക്കും ഇറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. നട്ടുച്ചയ്ക്ക് വന്നപ്പോഴും ഇതാണല്ലോ അതേ അവസ്ഥ. അപ്പൊ ഞങ്ങളിതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, തണുത്തിട്ട് വയ്യ, നമ്മൾ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളിപ്പോ കൊളുക്കുമല
അതായത് തമിഴ്നാട് ഭാഗത്താണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ താഴെ നമ്മൾ ജീപ്പിൽ വന്ന് ഇവിടെ ഇറങ്ങി 100 രൂപ എൻട്രി ഫീ കൊടുക്കണം. അത് തമിഴ്നാടിൻ്റെ ആണ് 100 രൂപ. അവിടെ എൻട്രി ഫീ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഫാക്ടറിയും അതേപോലെ തന്നെ നീലക്കുറിഞ്ഞിയും എല്ലാം കണ്ടിട്ട് തിരികെ പോവാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് നീലക്കുറിഞ്ഞി. ഇവിടുന്ന് കുറച്ച് നടക്കണം. നമ്മുടെ ടീ ഫാക്ടറിയാണ് ആ കാണുന്നത്. നമ്മളെന്തായാലും ഇവിടെ പോയിട്ട് കുറിഞ്ഞി വന്നതിന് ശേഷം നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് പോകും. എന്താ പറ്റി? തണുക്കുന്നോ?
എത്താം. അവിടെ നിന്നൊരു 10 മിനിറ്റ് ചെറുതായിട്ടൊന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊളുക്കുമല കാണാനായി, ഇവിടെ നീലക്കുറിഞ്ഞി കാണാനായിട്ട് എത്താം. എന്തായാലും വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഏർലി മോർണിംഗ് സൺറൈസ് കാണണം എന്നുള്ളവർക്ക് 4:30 കൊളുക്കുമല എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ജീപ്പിൽ കയറി കഴിഞ്ഞാൽ രാവിലെ 5:30 ആകുമ്പോഴത്തേക്കിനും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ സൺറൈസ് കൊളുക്കുമലയിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. രാവിലെ 4:30 മുതൽ അവിടെ കൗണ്ടേഴ്സ് ഓപ്പൺ ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് ജീപ്പും കിട്ടും. കിട്ടുന്നൊരു എക്സ്പീരിയൻസ്. How is this? Very nice, very beautiful. അടിപൊളി. ശരിക്കും ഒന്ന് പേടിച്ച് ഇറങ്ങി വരാൻ നേരം അല്ലേ? ഞങ്ങൾ രണ്ടുപേരും കൈ പിടിച്ചിട്ടാ വന്നത്. അതെന്താ വെച്ചാൽ നമ്മുടെ റണ്ണിങ് ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് കാരണം ഇത് ട്രക്കിംഗ് ഷൂ അല്ല. അപ്പൊ ഗ്രിപ്പ് വളരെ കുറവാണ്. ഈവൻ സാധാരണ ചെരുപ്പാണെങ്കിൽ പോലും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഗ്രിപ്പുള്ള ലേശം ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ടിട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് ഭാഗം പ്രദേശം ഒത്തിരി ഇഷ്ടമായി. ഇപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ മഴ പെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തോന്നി കോട മഞ്ഞുരുകി പെയ്യാണെന്നാണ് തോന്നുന്നത്. അത് മഴ തന്നെയാണല്ലോ മഞ്ഞുരുകി പെയ്യുന്നത്. ഓക്കെ, എനിവേ നമ്മുടെ ടീ ഫാക്ടറി ഭാഗത്തേക്ക് പോകാം. അതോടൊപ്പം തന്നെ വിശപ്പ് മൂത്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ. സമയം ഇപ്പോൾ 3
മഹേഷിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മഹേഷ് ഇവിടെ ഉണ്ടാവും അല്ലേ ഫുൾ ടൈം? മഹേഷ് ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോഴും മഹേഷാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മഹേഷ് നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മളിതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഒരു 5-6 മാസം മുന്നേ ചെയ്തതാണ്. അത് നമ്മുടെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കൊളുക്കുമലയുടെ വീഡിയോ കാണുമ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് ടീ പ്രോസസ്സിൻ്റെ കാര്യങ്ങളും ഒപ്പം മഹേഷ് അന്ന് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല വ്യൂ കാണുന്നൊരു സ്ഥലം. നമ്മളെന്തോ പോകാൻ നേരം ഭാഗ്യത്തിന് കോടയായിരുന്നു, ഇപ്പം വരാൻ നേരം ഭാഗ്യത്തിന് കോടയില്ല. അപ്പോൾ നമുക്ക് രണ്ടും കാണാൻ സാധിച്ചു. കംപ്ലീറ്റ് ആ ഒരു തമിഴ്നാട് ഏരിയ, ഹോൾ ഏരിയ വി ക്യാൻ സീ ഫ്രം ഹിയർ. എന്നിട്ട് ആ തട്ടായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ മലനിരകൾ, അതാണ് ഇവിടുത്തെ ഒരു ബ്യൂട്ടി. ശരിക്കും ഇതാണ് നമ്മുടെ കൊളുക്കുമല വന്ന് കാണുന്ന ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കട്ട സപ്പോർട്ട് ഉണ്ട്. ഓക്കെ ബൈ. കട്ട ഫാനാണ്. ശരി അപ്പൊ എൻജോയ്. ആ തീർച്ചയായും വരും. മലപ്പുറം ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരും. മലപ്പുറത്ത് നിന്നുള്ള ടീംസാണ് കേട്ടാ. ഓക്കെ അപ്പൊ എന്തായാലും
ഇപ്പോൾ ഇവിടെയൊക്കെ കോട കയറി തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും മഴ നല്ല അസാധ്യമായിട്ട് പെയ്യാൻ വരുന്നു. അപ്പോൾ മഴ കൂടുതലായിട്ട് പെയ്യുന്നതിന് മുന്നേ നമുക്കറിയിപ്പം തണുത്ത് വിറയ്ക്കുന്നത്. അയ്യോ മലയാളി എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി അടിപൊളി. നമ്മുടെ ഡ്രീം ക്യാച്ചർ റിസോർട്ടിൻ്റെ ആളാണ്. അപ്പം നിങ്ങളുടെ റിസോർട്ടിനെ കുറിച്ച് ഞാനൊന്നും പറയണ്ട, കാരണം ഞാൻ നല്ലതാണെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും വന്ന് താമസിച്ച ആൾക്കാരുടെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഡ്രീം ക്യാച്ചറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹണിമൂൺ ആസ്വദിക്കാം. എസ്പെഷ്യലി ട്രീ ഹൗസിൽ താമസിക്കുന്നത് അല്ലേ, ട്രീ ഹൗസിൽ താമസിക്കണം. പിന്നെ അതിന് ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ചെറിയ ബഡ്ജറ്റിൽ സാധാരണ റൂംസും അവൈലബിൾ ആണ്. ഹണിമൂൺ കോട്ടേജ് ഉണ്ട്. അതെ, റൂംസ് ഉണ്ട്, ഒത്തിരി റൂംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ഒരു 2500 രൂപ മുതലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു. ഓൺലൈനാണ് ലാഭം, വേറെ റേറ്റ് കൂടുതലാണ്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരിക. ഗോവ ബിബോ മേക്ക് മൈ ട്രിപ്പ് പോലുള്ള വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് വന്നാൽ യു ക്യാൻ എൻജോയ്. കണ്ടില്ലേ അട്ട നിൽക്കുന്നുണ്ട്, അട്ട. ഈ അട്ടയാണ് നമ്മുടെ കാലെ പിടിക്കുന്നത്. കണ്ടില്ലേ, ഇത് വേറൊരു ടൈപ്പ് അത്യാവശ്യം വലിയൊരു അട്ടയാണ് കണ്ടോ. ഇതുണ്ടോ, ഇവർ താഴെ ജീപ്പാറയിൽ നിന്ന് 100-300 രൂപയൊക്കെ വെച്ച് വാങ്ങിക്കുന്നതാണ്. പക്ഷേ ഈ റോഡൊക്കെ ഒന്ന് ടാർ ചെയ്തിട്ടാണെങ്കിൽ കൂടുതൽ സഞ്ചാരികൾക്കൊക്കെ വരാൻ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കൊളുക്കുമല മുകളിലെ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് കുമാറാണ്. കുമാർ ചേട്ടൻ നല്ല അടിപൊളി ചേട്ടനാണ്. നിങ്ങൾ വരികയാണെങ്കിൽ കുമാർ ചേട്ടനെ ഇവിടെ കാണുകയാണെങ്കിൽ വിളിച്ചോളൂ. നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അടിപൊളിയായിട്ട് പോയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പം ഭക്ഷണം കഴിച്ചില്ലായിരുന്നു, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. എന്തെങ്കിലും ലൈറ്റായിട്ട് ഇവിടെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ നമ്മുടെ ഡ്രീം ക്യാച്ചർ റിസോർട്ടിലേക്ക്. അയ്യോ മതിയായില്ലേ? ശരിക്കും ആക്ച്വലി റോഡിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായതുകൊണ്ടാണ് നമ്മൾ ജീപ്പിൽ പോയത്. ശരിക്കും എങ്ങനെ പോയാലും നിങ്ങൾ കൊളുക്കുമലയ്ക്ക് പോകാനായിട്ട് സൂര്യനെല്ലിയിൽ നിന്ന് ജീപ്പ് എടുത്ത് തന്നെ പോകണം. അപ്പോൾ എന്തായാലും നീലക്കുറിഞ്ഞി കാണണമെന്നുണ്ടെങ്കിൽ എവിടെ വരണം? കൊളുക്കുമല പറഞ്ഞു. അതൊക്കെയാണ് മിണ്ടാൻ പറ്റുന്നില്ല, മതിയായി പാവം. അപ്പോൾ എന്തായാലും കൊള്ളാം, വളരെ നല്ലൊരു ദിവസമായിരുന്നു. അടിപൊളി ഒരു കാഴ്ചകൾ. അതായത് ശരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നീലക്കുറിഞ്ഞി കാണാൻ പോകുന്നത്. ഇത് ശരിക്കും നമുക്ക് വർഷങ്ങൾ കൂടുമ്പോൾ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും വന്ന് കാണുക. ഇനിയും 2 മാസം സമയമുണ്ട്, ഒക്ടോബർ വരെ സമയമുണ്ട്. അപ്പോൾ എന്തായാലും 1 മാസം സമയമുണ്ട്. അപ്പോൾ എന്തായാലും വി ആർ ബാക്ക് ടു അവർ ഡ്രീം ക്യാച്ചർ റിസോർട്ട്. ആൻഡ് നമ്മുടെ ട്രീ ഹൗസിൽ തന്നെയാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. ഇവിടെയും വളരെ നല്ല തണുപ്പ്. എന്തായാലും ശരിക്കും അവിടെ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന ആ ഒരു ക്ഷീണം ഇവിടുത്തെ കാലാവസ്ഥയും അറ്റ്മോസ്ഫിയറും കണ്ടപ്പോഴത്തേക്കിനും ഒരു ആശ്വാസം ഉണ്ടായി. കാരണം ഫുള്ളിങ്ങനെ കോടം മൂടി കിടക്കാണ്ടില്ലേ ബാക്കിൽ. അപ്പോൾ എന്തായാലും അവിടത്തേനെക്കാട്ടി ബെറ്റർ കോടയാണ് നമുക്ക് ശരിക്കും ഇവിടെ കിട്ടുന്നത്. കാരണം നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ എന്തായാലും. അപ്പോൾ എന്തായാലും യെസ്, നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പം സൂര്യനെല്ലി വഴി കൊളുക്കുമലയ്ക്ക് പോയിട്ട് നീലക്കുറിഞ്ഞി ആസ്വദിക്കുക. അതോടൊപ്പം തന്നെ രാജമലയിലും, അതായത് ഇരവികുളം നാഷണൽ പാർക്കിലും നിങ്ങൾക്ക് നീലക്കുറിഞ്ഞി കാണാം. പക്ഷെ ഒന്നുകൂടെ ബെറ്ററായിട്ട് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് കൊളുക്കുമലയിൽ തന്നെയാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളി ഹണിമൂൺ ട്രിപ്പുകൾക്കും അതേപോലെ തന്നെ ഫാമിലി ട്രിപ്പുകൾക്കുമായിട്ട് നമ്മുടെ ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടിൽ വരാം. ട്രീ ഹൗസ് എടുത്ത് താമസിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു കാഴ്ചയുമായിട്ട്, മൂന്നാറിൻ്റെ മറ്റൊരു അടിപൊളി ദൃശ്യവിസ്മയവുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ദിസ് ഈസ് സുജിത് ഭക്തൻ ആൻഡ് ശ്വേത.